ത് ക്രമം തെറ്റിയിട്ടില്ല ആർത്തവം. നമ്മൾ പറഞ്ഞു നോർമലായിട്ട് ഒരു 21 ദിവസം മുതൽ 35 ദിവസത്തിൻ്റെ ആ ഗ്യാപ്പിൽ കൃത്യമായിട്ടൊരു മെൻസസ് വരണം. 3 മുതൽ 7 ദിവസം വരെ വരുന്നൊരു ഫ്ലോ ആണ്. ഇതൊക്കെയല്ല നമുക്ക് നോർമലായിട്ടുള്ള സംഗതി. ഇനി ഇതല്ലാതെ വരുന്ന ആളുകൾ ചിലപ്പം ഭയങ്കര ഹെവി ബ്ലീഡിങ്, നിൽക്കാൻ പറ്റുന്നില്ല, ഒരു ദിവസം തന്നെ 6-7 കെട്ടും പാഡൊക്കെ മാറ്റേണ്ടി വരുന്ന സാഹചര്യം. അതല്ലാന്നുണ്ടെങ്കിൽ മെൻസസ് തീരെയില്ല, 1-2 ഡോട്ടുകളൊക്കെ വരുന്ന സ്പോട്ടഡ് ആയിട്ടുള്ള മെൻസുറേഷന്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഇന്നത്തെ ആളുകളിൽ കാണുന്നുണ്ട്. എസ്പെഷ്യലി കുട്ടികൾ തന്നെ നമ്മളടുത്ത് കാണിക്കാൻ വരുന്ന പല രോഗികളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രീതിയിലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ധാരണ നമുക്ക് കൃത്യമായിട്ട് വേണം. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ആദ്യം ഇതിൻ്റെ നോർമലായിട്ടുള്ള കോഴ്സുകൾ നോക്കാം നമുക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹെവി ബ്ലീഡിങ്, അതല്ലെങ്കിൽ സ്പോട്ടഡ് ആയിട്ടുള്ള മെൻസുറേഷൻ? അങ്ങനെ നോർമലായിട്ടും കാണാം, എല്ലാം അബ്നോർമൽ അല്ലല്ലോ, എല്ലാത്തിലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ നോർമലായിട്ട് എങ്ങനെ കാണും? നോർമലായിട്ട് മാഡം പറഞ്ഞു, ആദ്യത്തെ പീരീഡ്സിൻ്റെ സമയത്ത് മെനാർക്കിൻ്റെ ടൈമിൽ കാണാം. പിന്നെ അതുപോലെ ആദ്യത്തെ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ പീരീഡ്സ് ആയൊരു സമയമല്ലേ, ആ സമയത്ത് മെൻസസ് റെഗുലർ ആയിരുന്നോ? എല്ലാവർക്കും റെഗുലർ ആയിരുന്നോ? അല്ല, ചിലപ്പോൾ ഒന്ന് വന്നു പോയിട്ടുണ്ടാവും, ഒന്ന് തല കാണിച്ചു, പിന്നെ 2 മാസത്തിനുണ്ടാവില്ല, പിന്നെ 3-ാമത്തെ മാസത്തേക്കാരം തല പൊക്കിയിട്ടുണ്ടാവുക, ശരിയല്ലേ? പിന്നെ അവസാനത്തെ പീരീഡ്സ് ഈ പറഞ്ഞത് ശരിയാ, മെൻസസിൻ്റെ അവസാന കാലഘട്ടമാകുമ്പോൾ ഇങ്ങനെ വരാം. പിന്നെ ഏറ്റവും വലിയ, നേരത്തെ മാഡം പറയണ്ടായി, ഐ എം എൻജോയിങ് ദിസ് പ്രൊഫഷൻ ബിക്കോസ് ഓഫ് മൈ മദർഹുഡ്. അങ്ങനല്ലേ പറഞ്ഞേ? അമ്മ എന്ന് പറയുന്ന ആ വികാരത്തിന് മേഡം ഇവിടെ കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. എൻ്റെ കുട്ടികളെ പോലെ നിങ്ങളെ കാണുന്നത്. അപ്പോൾ നമ്മൾ മുലയൂട്ടുന്ന സമയത്ത്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ രീതിയിൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ അധികമായതുകൊണ്ട് നമ്മൾ എന്ത് കാണാറുണ്ട്? ഈ ഒരു ചെറിയൊരു വേരിയേഷൻസ് നമ്മൾ കാണാറുണ്ട്. അതൊന്നും പ്രശ്നമല്ല, അതൊന്നും ആലോചിച്ച് നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കുകയേ വേണ്ട. അപ്പോൾ ഇനി പ്രശ്നം എവിടെയുണ്ട്? കറക്റ്റ് അല്ലേ? പ്രശ്നം എവിടെ കിടക്കുന്നുണ്ട്? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം, എവിടെയാണ് ആ പ്രശ്നം വരുന്നത് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല, ഓക്കെ. അപ്പോൾ ഇതൊക്കെ നോർമലായിട്ടുള്ള കോഴ്സുകളുണ്ടോ? മെനാർക്ക് ടൈം, പ്രീമെനോപോസ്, പ്രൊലാക്റ്റിൻ. അതിന് അമിതവണ്ണം, ഓവറായിട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ, അമിതവണ്ണം എപ്പോൾ വേണമെങ്കിലും വരാം. ഓവറാവും ചെയ്യരുത്, കുറയാനും പാടില്ല. മറ്റേ മെലിഞ്ഞ് ദീപിക പടുക്കോണൊക്കെ പോലെ, അങ്ങനല്ലേ? ദീപിക പോലെ സ്ലിം ബ്യൂട്ടി. എന്ത് ബ്യൂട്ടി? സ്ലിം ബ്യൂട്ടി. കാണാനേ ഉണ്ടാവും. ബോഡി ഷേപ്പിംഗ് അല്ല കേട്ടോ, ബോഡി ഷേപ്പിംഗ് അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ലല്ല, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഓക്കെ, അല്ല, ഈ സ്ലിം ബ്യൂട്ടി ഒക്കെ ആവുമ്പോഴല്ല പ്രശ്നം എന്താ? അവിടെ പ്രശ്നമാണ്, പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ട സംഗതികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. എങ്ങനെ നോർമൽ വെയിറ്റ് കണ്ടെത്തുക? എങ്ങനെ നോർമൽ വെയിറ്റ് കണ്ടെത്തുക? ഹൈറ്റും വെയിറ്റും. അത് എങ്ങനെയാണ്? എത്ര നിന്റെ വെയിറ്റ്? ഒരു മിനിറ്റ്, എത്ര നിന്റെ വെയിറ്റ്? 61. എത്ര ഹൈറ്റ് ഉണ്ട്? 100. കുഴപ്പമില്ല. അതായത് നമ്മളെ ഹൈറ്റിൽ നിന്ന് -100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതാണ് നിങ്ങളുടെ നോർമലായിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 164 ഈ കുട്ടി -100, അപ്പോൾ എത്ര വേണം? 64 കിലോ വരെ എന്ത് ചെയ്യാം? ഈ കുട്ടിക്ക് നോർമലായിട്ടുള്ള വെയിറ്റ് വരാം. 61 ഉള്ളൂ, പ്രശ്നമില്ല. അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. പറ്റ ഡൗൺ ആവും ചെയ്യരുത്, പറ്റ കൂടിപ്പോവാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സംഗതിയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മെൻസസ് ക്രമം തെറ്റുന്നത്? ഇതാരാ? എന്ത് സ്റ്റാറാ? കേട്ടില്ല? കൺവിൻസിങ് സ്റ്റാർ. കൺവിൻസിങ്? നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നുണ്ട്? ഞാൻ കൺവിൻസിങ് സ്റ്റാർ അല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്നതുകൊണ്ട് ആർക്കും വിഷമം തോന്നരുത്. പക്ഷേ നമ്മൾ മെൻസസിൻ്റെ ഇതിനെക്കുറിച്ചാണല്ലോ പറയുന്നത്, ആ ക്രമം തെറ്റിയുള്ള ആർത്തവങ്ങൾ. ചിലപ്പം ചില കുട്ടികൾ, ഇപ്പോൾ പണ്ടത്തെ ജനറേഷനേ അല്ല, ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നൊന്നുമല്ല, പക്ഷെ പണ്ടത്തെ ജനറേഷനേ അല്ല. എങ്ങനെയാണ്? മെൻസസ് ഒന്നും ഇല്ലാതെ നമ്മളെടുത്ത് ചിലപ്പോൾ വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ടേ കാരണം അമ്മമാർ കുട്ടികളെ കൊണ്ടുവരിക. അങ്ങനെ വരും, പ്രഗ്നൻ്റ് ആവും. വാർത്ത ഒന്നും കാണാറില്ലേ? ഇറ്റ്സ് റിയൽ തിങ്. നിങ്ങളൊക്കെ നല്ല മക്കളാണ്, അതെനിക്കറിയാം, നിങ്ങളൊക്കെ സൂപ്പറാണ്. അങ്ങനെ അല്ലാത്ത കുറച്ച് പേരുണ്ട്, നിങ്ങളെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ അല്ലാത്ത കുറച്ച് കഴിവ് കൂടിയ ആളുകളുണ്ട്, അവരിങ്ങനെ ആവും, കൺവിൻസ് ചെയ്യും.
ചിലപ്പോൾ അറിയ പോലുമില്ല. പ്രഗ്നൻ്റ് ആയിട്ട് ഉള്ളതല്ല, ബാത്റൂമിൽ പ്രഗ്നൻ്റ് ആയി 18 വയസ്സിലെ കുട്ടി, അങ്ങനെ കുറേ പീഡനത്തിൻ്റെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് വെച്ചതായി ഫോട്ടോ കേട്ടോ. അപ്പോൾ മെൻസസ് ഇല്ല എങ്കിൽ അമ്മമാരൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ബ്ലൈൻഡായിട്ട് കാക്കക്കും തൻകുഞ്ഞ് അതോ പൊൻകുഞ്ഞ് തൻകുഞ്ഞ്, ഏതാ ഉത്തരം? തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ കൂടി ഒരു സംഗതി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു എന്നുള്ളൂ. റെലവൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി പറയണ്ടേ നമ്മൾ. പിന്നെ